നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പരിയാരം മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല. ഹൃദയ ശസ്ത്രക്രിയകൾ പൂർണ്ണമായും മുടങ്ങി. 3 കാത്ത് ലാബുകളും കണ്ണടച്ചു. അടിയന്തര ശസ്ത്രക്രിയാ രോഗികൾ സ്വകാര്യ ആശുപത്രികളിലേക്ക്. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. വിവിധ സംഘടനകളുടെയും സ്കൂളുകളുടെയും നേതൃത്വത്തിൽ യോഗ ദിനാചരണം. യോഗയുടെ പ്രസക്തി പുതുതലമുറയിലേക്ക് പകരണമെന്നും പരിശീലകർ. ബിജെപി പ്രവർത്തകരെ CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി. ഭീഷണി ഹിന്ദു സാമ്രാജ്യ ദിനത്തിന്റെ ഭാഗമായി പരിപാടി കഴിഞ്ഞ് മടങ്ങിയവരെ. പിന്നിൽ തെരഞ്ഞെടുപ്പ് BJPക്ക് വോട്ട് വർദ്ധിച്ച സാഹചര്യത്തിലെന്ന് CK പത്മനാഭൻ. വാർത്തകൾ വിശദമായി. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയകൾ പൂർണ്ണമായും മുടങ്ങി. 3 കാത്ത് ലാബുകളിൽ അവസാനത്തേതും പണിമുടക്കിയതോടെയാണ് രോഗികളെ തിരിച്ചയച്ചത്. 6 മാസമായി ബൈപ്പാസ് ശസ്ത്രക്രിയ മുടങ്ങിയിട്ട് 300 രോഗികളാണ് ബൈപ്പാസ് ശസ്ത്രക്രിയക്കായി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത്. സാധാരണ ജനങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്ന കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങിയത്. ഹൃദയ ശസ്ത്രക്രിയകൾക്കായി നേരത്തെ പ്രവേശിപ്പിച്ച 26 രോഗികളെ ശസ്ത്രക്രിയ നടത്താതെ തിരിച്ചയച്ചു. കാത്ത് ലാബിലെ ഫ്ലൂറോസ്കോപ്പിക് ട്യൂബ് കേടായതിനെ തുടർന്നാണ് ശസ്ത്രക്രിയ മുടങ്ങിയത്. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റ്, പേസ് മേക്കർ ഘടിപ്പിക്കൽ എന്നിവയാണ് മുടങ്ങിയത്. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ പല രോഗികളും സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറി. 6 മാസമായി ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്കുള്ള 2 ഓപ്പറേഷൻ തിയേറ്ററുകളും അടച്ചിട്ടിരിക്കുകയാണ്. അതേസമയം വിദേശത്തു നിന്ന് ട്യൂബ് എത്തിക്കാൻ നടപടി തുടങ്ങിയെന്നും അത്യാവശ്യ ശസ്ത്രക്രിയകൾക്കായി മറ്റൊരു കാത്ത് ലാബ് തുറക്കുമെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. 3 കാത്ത് ലാബ് ഉണ്ടായിട്ടും സമയബന്ധിതമായി അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുന്നതിന് അധികൃതർ കാണിച്ച അലംഭാവമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. സിറ്റി ന്യൂസ്, കണ്ണൂർ. മുൻ DCC പ്രസിഡന്റ് K. സുരേന്ദ്രന്റെ 4ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. അനുസ്മരണ സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ജയന്ത് മുഖ്യപ്രഭാഷണം നടത്തി. T. ജയകൃഷ്ണൻ, അഡ്വക്കേറ്റ് TO മോഹനൻ, INTUC ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാന്തോട്ടം, ചന്ദ്രൻ തില്ലങ്കേരി, റിജിൽ മാക്കുറ്റി, VP അബ്ദുൾ റഷീദ്, MC അതുൽ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് കായക്കുൽ രാഹുൽ, K. പ്രമോദ്, മുഹമ്മദ് ബ്ലാത്തൂർ, രാജീവൻ എളയാവൂർ, K. ബാലകൃഷ്ണൻ മാസ്റ്റർ, സുരേഷ് ബാബു എളയാവൂർ, CT ഗിരിജ, AP നാരായണൻ, മനോജ് കൂവേരി, പൂക്കിരി രാജേഷ്, MC അതുൽ, P. ഇന്ദിര, MK മോഹനൻ, മാധവൻ മാസ്റ്റർ, കൂട്ടിനെഴുത്ത് വിജയൻ, AT നിശാന്ത്, കാട്ടാമ്പള്ളി രാമചന്ദ്രൻ, K. സുരേന്ദ്രന്റെ മകൾ ശ്രുതി, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. INTUC കണ്ണൂർ ജില്ലാ കമ്മിറ്റി K. സുരേന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് എഡാനി ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും നടത്തി. INTUC ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ജോസ് ജോർജ് പ്ലാത്തോട്ടം അധ്യക്ഷത വഹിച്ചു. AT നിശാന്ത്, AP നാരായണൻ, P. ജനാർദ്ദനൻ, T. ശങ്കരൻ, CD ഗിരിജ തുടങ്ങിയവർ സംബന്ധിച്ചു. വളർച്ചയുടെ പാത സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ തന്നെ ഒരു പരിധിവരെ കടിഞ്ഞാനിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ച മാർഗനിർദ്ദേശങ്ങൾ നൽകിയ ഒരു വലിയ നേതാവാണ് INTUCയിൽ നിന്ന് നമുക്ക് മാഞ്ഞുപോയത്. INTUCയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അത് കോൺഗ്രസിന്റെ അടിത്തട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. കണ്ണൂരിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ വളർച്ചയും അദ്ദേഹം കൊണ്ടുവന്ന നിർദ്ദേശവും ഒരുപക്ഷെ കണ്ണൂരിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഇന്ന് കിട്ടിയ എല്ലാ ഉയർച്ചയും നമുക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ പോലും പ്രാദേശിക തലത്തിലുണ്ടായ തൊഴിലാളികളുടെ കൂട്ടായ്മ, ആ കൂട്ടായ്മയിൽ നിന്ന് ഉയർന്നു വന്ന വലിയൊരു സന്ദേശമാണ് കണ്ണൂരിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ വിജയമെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അടിത്തട്ടിലെ ആളുകൾ ഉണർന്നിരിക്കുന്നു. ഈ രാജ്യത്ത് കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ തിരിച്ചുവരവിന്റെ പാതയിലേക്ക് കോൺഗ്രസിനെ നയിക്കാൻ ഒരുപാട് ത്യാഗം ചെയ്ത ആ പ്രിയപ്പെട്ട നേതാവിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി അനധികൃതമായി നടത്താൻ ശ്രമിച്ച സ്വർണം പോലീസ് പിടികൂടി. ദോഹയിൽ നിന്ന് ഇന്ന് 3 മണിയോടെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരിൽ നിന്നുമാണ് അനധികൃതമായി കടത്താൻ ശ്രമിച്ച സ്വർണം എയർപോർട്ട് പോലീസ് പിടികൂടിയത്. ബാലുശ്ശേരി ഉണ്ണിക്കുളം സ്വദേശി ജംഷീദ് TTയെ 4 ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള സ്വർണ്ണ മിശ്രിതം സഹിതമാണ് കസ്റ്റഡിയിലെടുത്തത്. എയർപോർട്ടിലെ പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങി ഇയാളെ സംശയം തോന്നിയതിനെ തുടർന്ന് എയർപോർട്ട് പോലീസും സ്ക്വാഡും ചേർന്ന് മട്ടന്നൂർ കൂത്തുപറമ്പ് റോഡിൽ വെച്ച് പിടികൂടുകയായിരുന്നു. പരിശോധനയിൽ 4 ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള സ്വർണ്ണ മിശ്രിതം കണ്ടെടുത്തിട്ടുണ്ട്. സ്വർണ്ണ മിശ്രിതത്തിന് ഏകദേശം 1123 ഗ്രാം തൂക്കം വരും. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ IPSന്റെ നേതൃത്വത്തിൽ ശക്തമായ പോലീസ് പരിശോധനയാണ് എയർപോർട്ട് പരിസരത്ത് ഇപ്പോൾ നടത്തിവരുന്നത്. ഇനി വാർത്തയിൽ ഒരിടവേള. ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരിയാരം മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല. ഹൃദയ ശസ്ത്രക്രിയകൾ പൂർണ്ണമായും മുടങ്ങി.
3 കാത്ത് ലാബുകളും കണ്ണടച്ചു. അടിയന്തര ശസ്ത്രക്രിയാ രോഗികൾ സ്വകാര്യ ആശുപത്രികളിലേക്ക്. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. വിവിധ സംഘടനകളുടെയും സ്കൂളുകളുടെയും നേതൃത്വത്തിൽ യോഗ ദിനാചരണം. യോഗയുടെ പ്രസക്തി പുതുതലമുറയിലേക്ക് പകരണമെന്നും പരിശീലകർ. BJP പ്രവർത്തകരെ CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി. ഭീഷണി ഹിന്ദു സാമ്രാജ്യ ദിനത്തിന്റെ ഭാഗമായി പരിപാടി കഴിഞ്ഞ് മടങ്ങിയവരെ. പിന്നിൽ തെരഞ്ഞെടുപ്പ് BJPക്ക് വോട്ട് വർദ്ധിച്ച സാഹചര്യത്തിലെന്ന് CK പത്മനാഭൻ. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര, കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിലേക്ക്. 10ാമത് അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തോടനുബന്ധിച്ച് മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി യോഗ പരിശീലനവും ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. തെക്കി ബസാറിൽ നടന്ന പരിപാടി ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ യോഗ പരിശീലക TK ദീപ്തിയുടെ നേതൃത്വത്തിൽ യോഗ ക്ലാസ് നടന്നു. നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ആ ആരോഗ്യം വീണ്ടെടുക്കാനും ആ ആരോഗ്യത്തിലേക്ക് എത്തിച്ചേരാനും ഇന്ന് എല്ലാവരും യോഗ അഭ്യസിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ യോഗ. നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് രാവിലത്തെ പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിക്കേണ്ടതായിട്ടുള്ളത്. രാവിലെ അതൊന്നൊരു അടുക്കള ജോലി ചെയ്യുന്നതിനിടക്ക് കണ്ടതാണ് TV-യിൽ. അപ്പോ അദ്ദേഹം രാവിലെ തന്നെ അത് ചെയ്യുകയാണ്. കാരണം നമ്മുടെ പഴയ കാലത്തെ യോഗ ആചാര്യന്മാരൊക്കെ
നമ്മുടെ ജീവിത രീതിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ യോഗ അഭ്യസിക്കുന്നതിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരും തന്നെ അത്തരം പ്രവൃത്തി ചെയ്യാൻ ഒന്നാമത് നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഫാസ്റ്റ് യുഗത്തിൽ എല്ലാവരും അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ, പക്ഷെ സ്വന്തം ആരോഗ്യം നോക്കാൻ നമ്മൾ ഒരു മണിക്കൂർ പോലും മാറ്റി വെക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതിൽ ഏറ്റവും ഉദാഹരണം ഞാൻ തന്നെയാണ്. കാരണം ഞാനിവിടെ സാറൊക്കെ പറഞ്ഞിട്ട് പലതവണ യോഗ അഭ്യസിക്കാവുന്നതാണ്, ദീപ്തിമേടുമായിട്ട് പലതവണ വന്നതാണ്, ഇവിടെ വരും ഒക്കെ ചെയ്യും. പക്ഷെ അത് അഭ്യസിക്കുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യമായിട്ടുള്ള ആ ഒരു സന്തോഷം, സുഖം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ശാരീരികവും മാനസികവുമായ ക്ഷേമവും ഊർജ്ജവും നൽകുന്നു എന്നതാണ് യോഗയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രധാന കാരണം. 2014 ഐക്യരാഷ്ട്രസഭ ഇക്കാര്യം അംഗീകരിച്ചത്. ഇതിനെ തുടർന്ന് 160 പരം രാജ്യങ്ങൾ എല്ലാ വർഷവും ജൂൺ 21 യോഗാ ദിനമായി ആചരിക്കുന്നു. യോഗ സമൂഹത്തിനു വേണ്ടി എന്ന ആനുകാലിക പ്രസക്തിയുള്ള സന്ദേശമാണ് യോഗാ ദിനാചരണത്തിലൂടെ നൽകുന്നതെന്ന് ഡോക്ടർ കൃഷ്ണനാഥ പൈ പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. സാധാരണഗതിയിൽ നമ്മുടെ ആരോഗ്യത്തെ, മനസ്സിനെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്? ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. തനിക്കും സമൂഹത്തിനും എന്നുള്ളതാണ് യോഗയുടെ ഈ വർഷത്തെ യോഗാ ദിനാചരണത്തിൻ്റെ ഈ വർഷത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. നമുക്ക് ക്യാൻസർ പോലുള്ള, ഹൃദ്രോഗം പോലുള്ള പല രോഗങ്ങളെയും പ്രതിരോധിക്കുവാൻ വ്യായാമം വലിയ തോതിൽ ഉപകാരപ്പെടുന്നുണ്ട്. വ്യായാമം എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള വ്യായാമം നമുക്ക് സ്വീകരിക്കാം. നടത്തമാകാം, യോഗയാവാം, ക്രിക്കറ്റാവാം, സൈക്ലിംഗ് ആവാം, നീന്തലാവാം. ഇങ്ങനെ ഒട്ടനവധി മാർഗങ്ങൾ വ്യായാമത്തിനായിട്ട് നമുക്കുണ്ട്. 40 മിനിറ്റ് വ്യായാമം നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒട്ടുമിക്ക രോഗങ്ങളെയും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുമെന്ന് പറഞ്ഞുവല്ലോ. അതിൽ ഇന്നത്തെ നമ്മുടെ ആധുനിക മനുഷ്യൻ്റെ വളരെ തിടുക്കത്തിലുള്ള ജീവിതചര്യയിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമ പ്രക്രിയയാണ് യോഗ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിൽ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള സ്ഥലത്ത് തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ സമയം നമുക്ക് നിശ്ചയിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് യോഗയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. യോഗ ചെയ്യുമ്പോൾ രാവിലെ ഒരു 5:30 മണിക്ക് അല്ലെങ്കിൽ 5:30ക്കും 7:30ക്കും ഇടയ്ക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. പ്രകൃതി വളരെ ശുദ്ധമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സമയം എന്ന് പറയുന്നത്. അത് നാം ശ്വസിക്കുന്ന വായുവാണെങ്കിലും പ്രകൃതിയുടെ എല്ലാ വിഭവങ്ങളാണെങ്കിലും എല്ലാം വളരെ ഫ്രഷായിട്ടുള്ള ഒരു സമയമാണ് രാവിലെ എന്ന് പറയുന്നതുകൊണ്ട് തന്നെ രാവിലെ വെളുക്കാൻ കാലത്താണ് നമുക്ക് യോഗയും വ്യായാമമൊക്കെ ചെയ്യാൻ ഏറ്റവും നല്ലത് എന്നുള്ളതാണ്. ലോകാരോഗ്യ സംഘടനയുടെ പദ്ധതി പങ്കാളിയും കേരള ഗവൺമെന്റിന്റെ നോഡൽ ഏജൻസിയുമായി പ്രവർത്തിക്കുന്ന മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയിൽ ഇത്തവണ വിപുലമായ രീതിയിലാണ് യോഗാ ദിനാചരണവും ക്യാൻസർ ബോധവൽക്കരണവും നടന്നത്. ക്യാൻസർ ഭേദമായവരുടെ പുനരധിവാസത്തിനായി പ്രവർത്തിക്കുന്ന അപൂർവം സ്ഥാപനങ്ങളിലൊന്നാണ് മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി. യോഗ ചെയ്യുന്നതിലൂടെ ക്യാൻസറിന്റെ പാർശ്വഫലങ്ങൾ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ കഴിയുമെന്നും 1 മണിക്കൂറെങ്കിലും ദിവസവും ഇതിനായി മാറ്റിവെക്കണമെന്നും ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരയും പറഞ്ഞു. MCCS പ്രസിഡന്റ് ഡി കൃഷ്ണനാഥ പൈ അധ്യക്ഷത വഹിച്ചു. MCCS മെമ്പർ KN പുഷ്പലത, ഫോഴ്സ് വൈസ് പ്രസിഡന്റ് M നാരായണൻ മാസ്റ്റർ, MCCS ജോയിന്റ് സെക്രട്ടറി ദിലീപ് കുമാർ PM തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. യോഗ അഭ്യസിക്കുക, അസുഖങ്ങളെ മാറ്റി നിർത്തുക, മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും സന്തോഷപ്രദമാക്കുക. ദിവസവും 1/2 മണിക്കൂറെങ്കിലും യോഗക്കായി മാറ്റിവെക്കുക. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ കോർപ്പറേഷൻ അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ചാലയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് പരിപാടികൾ സംഘടിപ്പിച്ചു. തോട്ടട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി കോർപ്പറേഷൻ മുൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ ഉദ്ഘാടനം ചെയ്തു. യോഗ എന്താണെന്ന് സംബന്ധിച്ച് എല്ലാവർക്കും മിക്കവാറും അറിയാം. പക്ഷെ അതിന്റെ ഗുണങ്ങളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുക എന്നതാണ് എനിക്ക് തോന്നുന്നത്. എത്രയോ വർഷമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചവർ, പ്രത്യേകിച്ച് യോഗാചാര്യന്മാരെ കാണുന്നതൊക്കെ അത് യോഗ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കാം. പക്ഷേ ദേശീയ തലത്തിൽ മാത്രമല്ല അന്തർദേശീയ തലത്തിൽ യോഗ അത് വലിയ പ്രചാരം ലഭിച്ചത് സമീപകാലത്താണ്. യോഗ എന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2014 അന്തർദേശീയ തലത്തിൽ തന്നെ യോഗ ദിനം ആചരിക്കുന്നതിനെ കുറിച്ച് തീരുമാനിച്ചത്. 2015 അങ്ങനെ ഒരു ദിനം പ്രഖ്യാപിക്കുകയും അന്ന് മുതൽ കൊണ്ട് ഓരോ വർഷവും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാ തലങ്ങളിലും
നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ആയുർവേദ ഹോമിയോ മേഖലകളിലൊക്കെ തന്നെ ഡോക്ടർമാർ അലോപ്പതി മേഖലകളിലൊക്കെ തന്നെ ഡോക്ടർമാർ മുൻകൈയെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് മുൻകൈയെടുത്തുകൊണ്ട് യോഗാ ദിനം നന്നായിട്ട് തന്നെ ആചരിക്കുകയും അതിന്റെ പ്രാധാന്യം കൊടുക്കുന്നു. കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജേഷ് അധ്യക്ഷത വഹിച്ചു. GHSS തോട്ടട സ്റ്റാഫ് സെക്രട്ടറി ലിയോ ഫ്രാൻസിസ്, PTA പ്രസിഡന്റ് VV ശ്രീജിത്ത്, PTA വൈസ് പ്രസിഡന്റ് ബിജു രാമകൃഷ്ണൻ, NSS കോർഡിനേറ്റർ ജിതേഷ് അബ്രഹാം, MV ജോർജ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KV രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് യോഗ ദിനാചരണവും സ്പോർട്സ് ക്ലബ്ബ് ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. യോഗ അസോസിയേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് സെക്രട്ടറി ഡോക്ടർ K രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ശ്വാസത്തിന്റെ വേഗത നിയന്ത്രിച്ചാൽ മനസ്സിനെ നിയന്ത്രിക്കാമെന്നും മനസ്സിനെ നിയന്ത്രിച്ചാൽ എല്ലാം നിയന്ത്രിക്കാമെന്നും അത് യോഗയിലൂടെ സാധ്യമാകുമെന്നും യോഗ അസോസിയേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് സെക്രട്ടറി ഡോക്ടർ K രാജഗോപാൽ പറഞ്ഞു. ഞാൻ പറയുന്നത് ഈ ഒരു ധാരണയായിരുന്നു, അങ്ങനെയല്ല. അപ്പോ ഇതൊരു ജീവിത ശാസ്ത്രമാണ്, ഇതൊരു ആയോധന കലയാണ്, ഇതൊരു എന്താ എല്ലാത്തിനും നമുക്ക് ഉള്ള മൃതസഞ്ജീവനിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് മൃതസഞ്ജീവനിയാവും എങ്ങനെ? ഇത് കൈകാര്യം ചെയ്യുന്നവര് യഥാവിധി ഉപയോഗിച്ചാൽ. കാരണം എന്താ, എങ്ങനെ ശ്വസിക്കണം എന്ന് പറയുന്നു, എങ്ങനെ നടക്കണമെന്ന് പറയുന്നു, എങ്ങനെ സുന്ദരനാവാം സുന്ദരിയാവാം എന്ന് പറയുന്നു, എങ്ങനെ നല്ലൊരു അച്ഛനാവാം, നല്ലൊരു അമ്മയാവാം, എങ്ങനെ നല്ല ശിഷ്യനാവാം, ഒരു ഗുരുവാവാം, എങ്ങനെ സുഹൃത്താവാം, എങ്ങനെ നല്ലൊരു ഭാര്യയാവാം, എങ്ങനെ നല്ലൊരു സഹോദരിയാവാം, എങ്ങനെ നല്ലൊരു പൗരനാവാം, എങ്ങനെ നല്ലൊരു പ്രവർത്തകനാവാം. ഏതു ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെയും സ്പോർട്സ് ക്ലബിന്റെയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ ഹെഡ് മാസ്റ്റർ K പ്രകാശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് കോർഡിനേറ്റർ CP റഷീദ, ഇന്റർനാഷണൽ വോളിബോൾ റഫറി TV അരുണാചലം, TP റീന കുമാരി, CR അബൂബക്കർ, PK ശ്രീകാന്ത്, സീനിയർ അസിസ്റ്റന്റ് CR റീന തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തോടനുബന്ധിച്ച് ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിന്റെയും ഇരുവേരി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ CHC ഇരുവേരിയിൽ വെച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ചെമ്പിലോട് പഞ്ചായത്ത് പ്രസിഡന്റ് K ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ നമ്മുടെ ഇന്ന് ജൂൺ 21 ലോകമാകെ തന്നെ യോഗാ ദിനം എന്നുള്ള നിലക്ക് എല്ലാ വർഷവും നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്തെ പുതുക്കൽ മാത്രമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനൊരുപാട് തലങ്ങളുണ്ട്. യോഗ എന്ന് പറയുന്നത് നേരത്തെ ആണെങ്കിൽ അതെല്ലാം തന്നെ വലിയ നിലക്ക് സാമ്പത്തിക ശേഷിയുള്ളത്, അതുപോലെ സവർണ ആധിപത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നായിരുന്നു യോഗ എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ്. അപ്പോൾ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമായിട്ടുള്ള ഒന്നാണ് യോഗ എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. അതിന്ന് കേരളത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോയാൽ ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങൾക്കകത്തും ഇതുപോലെ ജനകീയവൽക്കരിക്കപ്പെട്ടിട്ടുള്ള യോഗ സംവിധാനം എന്നുള്ളതിലേക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ നമ്മൾ അത് ജാതിമത ഭേദമന്യേയുള്ള സാർവത്രികമായി എല്ലാവർക്കും യോഗ പരിശീലനം നേടുക, കൊടുക്കുക എന്ന ഒരു രീതിയിലേക്കാണ് ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ആരോഗ്യ മേഖലക്കകത്ത് ഇതുപോലുള്ള പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് നടത്തപ്പെടുന്നു. CHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മായ K അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ബിന്ദു KT, ഹെൽത്ത് സൂപ്പർവൈസർ രാജു MK തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് CHC ഇരുവേരിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ജിംന CS ബോധവൽക്കരണ ക്ലാസും യോഗ പരിശീലനവും നൽകി. കണ്ണൂർ വേദാന്ത സത്സംഗ വേദിയും നാറാത്ത് കൈവല്യാശ്രമവും സംയുക്തമായി യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. കണ്ണൂർ KPSTA ഹാളിൽ സ്വാമി കൈവല്യാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. ഈ രാഷ്ട്രത്തിന്റെ ജ്യോതിഷ ശാസ്ത്ര സമ്പ്രദായ പ്രകാരം തീരുമാനിക്കപ്പെട്ട ഒരു ദിവസമാണ് നമുക്ക് ഓർക്കുന്നത് നല്ലതാണ്. ദക്ഷിണായത്തിന്റെ ആമുഖ തുടക്ക ദിനം കൂടിയാണ് എന്നുള്ളതാണ് പ്രത്യേകത. ജൂൺ 21 എന്ന ഭാരതം നിർദ്ദേശിക്കുമ്പോൾ അത് ജ്യോതിഷപ്രകാരമുള്ളതാണ്. പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞാണ്. ജനിച്ചാലും നമുക്ക് ജ്യോതിഷമുണ്ട്, അത് കഴിഞ്ഞ് പേരിടുമ്പോഴും ജ്യോതിഷമുണ്ട്. പേര് ജ്യോതിഷം ആ ജനിച്ച നക്ഷത്രത്തിനോടനുബന്ധിച്ചുള്ള പേര് തന്നെ ആവണമെന്നുണ്ട്.
ഇനി ഒരു കോണിൻ്റെയും പേര് വേറൊരു തരത്തിലാണെങ്കിൽ ജാതകത്തിൽ ജ്യോതിഷപ്രകാരം നക്ഷത്രപ്രകാരമുള്ള അക്ഷരത്തിൽ ചേർന്ന ഒരു പേരാവാം. അപ്പോൾ ഒരാൾക്ക് 2 പേരുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകതയും സംഭവിക്കുന്നതുമാണ്. ജാതകത്തിലൊരു പേരായിരിക്കും, കോണിൻ്റെയും വേറൊന്നായിരിക്കും. അപ്പോൾ എല്ലാറ്റിനും ജ്യോതിഷമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വിവാഹത്തിന് ജ്യോതിഷമുണ്ട്. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് കുട്ടികൾ ജനിക്കുമ്പോൾ ജ്യോതിഷം ആദ്യന്തമുണ്ട്. പിന്നെ വിവാഹം കഴിഞ്ഞ് പിന്നെ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴും പെൺകുട്ടിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും അത് പ്രസവമായാലും അത് കഴിഞ്ഞ് പ്രസവിക്കാൻ വരുമ്പോഴും പ്രസവിച്ച കുട്ടിയുടെ നക്ഷത്രവും അങ്ങനെ എല്ലാ കാര്യത്തിലും ജ്യോതിഷം ഈ പ്രകൃതിയിലെ പ്രകാശാത്മകമായ എന്തോ ഒരു തത്വം അവരെ സ്വാധീനം ചെലുത്തുന്നു. വി.എ. രാമാനുജൻ അധ്യക്ഷത വഹിച്ചു. പി.കെ. ഗോവിന്ദൻ, ടി.പി. അശോകൻ, എം.വി. ശശിധരൻ, പി.കെ. ഭരതൻ തുടങ്ങിയവർ സംസാരിച്ചു. യോഗാചാര്യൻ എം.വി. സുരേഷ് യോഗാഭ്യാസ പ്രകടനം നടത്തി. മത്സ്യാസനം അഥവാ ഫിഷ് പോസ്റ്റർ, അർദ്ധ മത്സ്യാസനം, കാലുകൾ പരമാസനത്തിലേക്ക് വെച്ച് ചെയ്യുമ്പോൾ ഇത് പൂർണ്ണ മത്സ്യാസനമായിട്ട് മാറും. വാർത്തയിൽ വീണ്ടും ഒരിടവേള. ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരിയാരം മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല. ഹൃദയ ശസ്ത്രക്രിയകൾ പൂർണ്ണമായും മുടങ്ങി. 3 കാത്ത് ലാബുകളും കണ്ണടച്ചു. അടിയന്തര ശസ്ത്രക്രിയാ രോഗികൾ സ്വകാര്യ ആശുപത്രികളിലേക്ക്. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. വിവിധ സംഘടനകളുടെയും സ്കൂളുകളുടെയും നേതൃത്വത്തിൽ യോഗ ദിനാചരണം. യോഗയുടെ പ്രസക്തി പുതുതലമുറയിലേക്ക് പകരണമെന്നും പരിശീലകർ. BJP പ്രവർത്തകരെ CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി. ഭീഷണി ഹിന്ദു സാമ്രാജ്യ ദിനത്തിന്റെ ഭാഗമായി പരിപാടി കഴിഞ്ഞ് മടങ്ങിയവരെ. പിന്നിൽ തെരഞ്ഞെടുപ്പ് BJPക്ക് വോട്ട് വർദ്ധിച്ച സാഹചര്യത്തിലെന്ന് CK പത്മനാഭൻ. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്.
അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിലേക്ക്. BJP മണ്ഡലം കമ്മിറ്റി അംഗത്തിന്റെ വീട് വളഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായി പരാതി. ഹിന്ദു സാമ്രാജ്യ ദിനത്തിന്റെ ഭാഗമായി കുണിയനിലെ ബാലന്റെ വീട്ടിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപറ്റം CPM പ്രവർത്തകരെത്തി ബാലനെയും പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുന്ന പ്രവർത്തകരെയും അവരുടെ വാഹനവും ആക്രമിക്കുകയായിരുന്നു എന്നാണ് പരാതി. അക്രമികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ധനേഷ് കണിയാങ്കുന്ന് ആവശ്യപ്പെട്ടു. BJP മണ്ഡലം കമ്മിറ്റി അംഗം ബാലന്റെ കുണിയണിയിലെ വീട്ടിൽ ഹിന്ദു സാമ്രാജ്യത്വ ദിനത്തിന്റെ ഭാഗമായി പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് CPM പ്രവർത്തകർ വീട് വളഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും പരിപാടിയിൽ പങ്കെടുത്തു മടങ്ങുന്ന പ്രവർത്തകരെയും അവരുടെ വാഹനങ്ങളെയും ആക്രമിക്കുകയും ചെയ്തതെന്ന് BJP പ്രവർത്തകർ പറഞ്ഞു. ഇന്നലെ ഉണ്ടായത് ഒരു ശിവജീൻ്റെ അതിൻ്റെ ജന്മദിനം അങ്ങനെ എന്തോ ഒരു സംഭവം. അപ്പോൾ അതിൻ്റെ പേരിൽ അതിനോടനുബന്ധിച്ചിട്ട് അവർ ഒരു പ്രാർത്ഥന കുറച്ച് BJPക്കാർ RSകാരെന്നല്ല BJP എന്ന് പറയാം. ആ BJPക്കാർ ഇവിടെ വന്ന് സംഘടിച്ചെന്നല്ല അവർ ഒരാൾ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഹോളിൽ വെച്ചിട്ട് അതിൻ്റെ പ്രാർത്ഥനയെല്ലാം നടത്തി കഴിഞ്ഞു. അത് തിരിച്ചു പോകാനാകുമ്പോൾ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ പോകാനാകുമ്പോൾ ഇതിൻ്റെ വഴിയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഇരിക്കുന്ന സമയത്താണ് ഈ ആൾക്കാർ വന്നിട്ട് ഇവിടെ വന്നിട്ട് വളരെ 100ഓളം പേരുണ്ടായിരുന്നു. 100ഓളം പേര് വന്നിട്ട് അവർ മാക്കിയിട്ട് അവർ ഇപ്പോൾ പുറത്താക്കണം നമ്മൾ വിടൂല. അപ്പോൾ അവരതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നില്ലേ, ഹോളിൽ തന്നെ ഇരിക്കുന്നില്ലേ. അപ്പോൾ ഞാൻ വന്നിട്ട് ഞാനവിടെ ഈ മുമ്പത്തെ തന്നെ ഞാനും ഒരാടിയിരുന്നു. പിന്നെ കുറേ ആൾ നല്ലോ ചീത്ത പറഞ്ഞു, എന്നെ അടക്കം വ്യക്തിപരമായിട്ടടക്കം ചീത്ത പറഞ്ഞു. ഞാൻ അവനായിരുന്നു പ്രതികരിച്ചില്ല. അപ്പോൾ നമ്മൾ സാർമാർ പറഞ്ഞു, നിങ്ങൾ ഉള്ളിലേക്ക് പോകും, അല്ലെങ്കിൽ പിന്നെ 2 ഭാഗത്ത് മൂത്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്, കൊണ്ട് അവരെങ്ങനെ ഒഴിവാക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അങ്ങോട്ട് ആവശ്യമുണ്ടായിരുന്നു. മറ്റ് പിന്നെ കൂടുതൽ പറയേണ്ടതെന്ന് പറഞ്ഞാൽ അവർ വീട് ആക്രമിച്ചിട്ടില്ല. പക്ഷേ വേറെ പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ അതിപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇന്നലെ രാത്രി ഈ പിന്നെ ഇവിടെ സാറന്മാരുണ്ടായിരുന്നു, 3-4 ആൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരില്ല സമയത്ത് കൂടെ റൂട്ടുമലയിൽ പോകുമ്പോൾ നമുക്ക് ചോദിക്കാനും പറയാനും കഴിയില്ല. അപ്പോഴത്തെ വന്നിട്ട് മതിലിൻ്റെ ഒരു കല്ല് പൊളിച്ചിട്ടുണ്ട്. കല്ലെന്ന് ഞാൻ കല്ല് എത്തിപ്പിടിച്ചിട്ടാകുമ്പോൾ കല്ല് വീണു. അവിടെ ഒരു എസ് കത്തി, പണ്ടത്തെ പറയില്ല, ഒരു എസ് കത്തി, ഒരു പഴയ വാള്, 2-3 പൈപ്പ് ഇതെല്ലാം അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ചാക്കിൽ കെട്ടിയിട്ട് അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അതാണ് കൂടുതൽ പ്രശ്നമായിട്ടുള്ളത്. ഇതിനു മുമ്പ് ഇതുപോലെ ഒരുപാട് പ്രാവശ്യമുണ്ട്. മതിലെല്ലാം പൊളിച്ചിട്ടുണ്ട്. അപ്പുറത്ത് ഒരു വീട് അപ്പുറമുണ്ട്. ഇതൊരു സെക്കൻഡ് വൈഫാണ് ഇവിടെ ഉള്ളത്. ഒരു വൈഫും അവർ ലോഹിത്ത് തന്നെ ആ വീട്ടിൻ്റെ മതിലെല്ലാം അടിച്ച് പൊളിച്ചിനി. പിന്നെ ഓരോരോ ഇലക്ഷൻ കഴിയുമ്പോൾ ഇത് തന്നെ വെടി കൊണ്ടുവന്നിട്ട് അവിടെ ഈ ഗേറ്റിന് വെച്ചിട്ട് കത്തിച്ച് പൊട്ടിക്കും. അപ്പം അങ്ങനെ ചെയ്യുന്നത് പറഞ്ഞല്ലോ. ഇപ്പം ബേക്കറി ഒരു 2-3 പ്രാവശ്യം കത്തിച്ചു. 2-3 പ്രാവശ്യം കത്തിച്ചിട്ടുണ്ട്. 2-3 പ്രാവശ്യം. ഒരു പ്രാവശ്യം കംപ്ലീറ്റ്, ഒരു പ്രാവശ്യം ബാക്കിയില്ല പിന്നെ മിക്സർ, ചിപ്സ്, ഓയിൽ എല്ലാം എടുത്തതിൽ ഉള്ളൊഴിച്ചിട്ട് കണ്ണഴിപ്പിച്ചു. അവർ കുറേ പ്രാവശ്യമായിട്ട് ഇല്ലതാണ് പോരെ. ഇത്തരം സംഘർഷങ്ങളിൽ നിന്നും CPM പിന്മാറണമെന്നും BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ധനേഷ് കണിയാംകുന്നും ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരിവെള്ളൂർ പഞ്ചായത്തിൽ BJPക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ സംഖ്യയിൽ വോട്ട് വർദ്ധിച്ചതും പഞ്ചായത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും നിരവധി യുവാക്കൾ സംഘപരിവാർ സംഘടനകളുമായി സഹകരിക്കാൻ തയ്യാറാവുന്നതുമാണ് ആക്രമണത്തിന് കാരണമെന്ന് CK പത്മനാഭൻ പറഞ്ഞു. അത് ഇന്നലെ ബാലേട്ടൻ്റെ വീട് വളഞ്ഞ് ഭീഷണിപ്പെടുത്തുക, പിന്നെ വലിയ രീതിയിലുള്ള ഒരു തെറി പ്രയോഗം നടത്തുക, കൊലപാതകം ഭീഷണി മുഴക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള അങ്ങേയറ്റം പ്രകോപനപരമായിട്ടുള്ള പ്രവർത്തനമാണ് ഈ CPM പ്രവർത്തകന്മാരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. CPM പ്രവർത്തകർ എന്ന് പറയാൻ പറ്റുമോ, CPM ക്രിമിനൽ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇവർ ഈ സംസ്ഥാന കമ്മിറ്റി കൂടി സ്വയം വിമർശനം നടത്തി തെറ്റിതിരുത്തുമെന്നൊക്കെ പ്രഖ്യാപനം ഒക്കെ അവിടെ നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും താഴെ തട്ടുകളിലേക്ക് കൃത്യമായിട്ട് എത്തുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്.
അതുകൊണ്ടാണ് പരമ്പരാഗതമായി അവരുടെ ഒരു രീതി ഉണ്ടല്ലോ. തിരഞ്ഞെടുപ്പ് സമയത്ത് എതിരാളികൾക്ക്, പ്രതിയോഗികൾക്ക് വോട്ട് വർദ്ധിച്ചാൽ ഉടനെ കലിയിളകുന്ന ഒരു മനോരോഗം CPMൻ്റെ പാർട്ടിക്കുണ്ടത്. അത് ഇവിടെ മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ പലയിടത്തും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വോട്ട് വർദ്ധിച്ചതിൻ്റെ പേരിൽ അവിടെ പഞ്ചായത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയെ പാപ്പിനിശ്ശേരി പോലെയുള്ള പ്രദേശത്ത് നിഷ്കരുണം വെട്ടിക്കൊന്നിട്ടുള്ള ചരിത്രം ആ പാർട്ടിക്കുണ്ട്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് എന്തുകൊണ്ട് കുറഞ്ഞു, എന്തുകൊണ്ട് BJPക്ക് വോട്ട് വർദ്ധിച്ചു, അല്ലെങ്കിൽ UDFന് വോട്ട് വർദ്ധിച്ചു എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ട് വിലയിരുത്തേണ്ടതാണ്. അങ്ങനെ അവർ വിലയിരുത്തിയിട്ട് ആരാണിപ്പോൾ വോട്ട് ചെയ്തത് അവരുടെ CPMൻ്റെ കൂടെ നിന്നിരുന്ന ആളുകൾ തന്നെ കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ UDF ഒക്കെ ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഇവിടെ ജയിച്ചു എന്ന് പറയുമ്പോൾ അത് CPMൻ്റെ നേതാക്കന്മാർ സത്യസന്ധരാണെങ്കിൽ അവർ കൃത്യമായിട്ട് അത് ആത്മപരിശോധന നടത്തി അവർ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ, തെറ്റുകൾ അത് തിരുത്തി മുന്നോട്ട് പോകാൻ ജനങ്ങളുടെ കൂടെ, ജനങ്ങളുടെ സ്നേഹവും വിശ്വാസവും പിടിച്ചുപറ്റി മുന്നോട്ട് പോകാൻ അവർ തയ്യാറാവുക വേണ്ടത്. അത് തയ്യാറാവാതെ ഈ പഴയ കാലത്ത് പരീക്ഷിച്ച് ചില സ്ഥലങ്ങളിൽ വിജയിച്ചു എന്നൊക്കെ അവർക്ക് തോന്നുന്ന ഈ ഗുണ്ടായിസത്തിൻ്റെ ഭാഷ, ആ രീതി അവർ രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ സ്വീകരിക്കുന്നത് അവർക്ക് ഇപ്പോഴും അവരുടെ തലയിൽ വെളിച്ചമുടിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. വളരെ വലിയ ജീർണത വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ ആഭ്യന്തര രംഗത്ത് നടക്കുന്ന വലിയ ഗുരുതരമായിട്ടുള്ള കുഴപ്പങ്ങൾക്ക് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വോട്ട് മാറി ചെയ്യുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാൻ CPM നേതാക്കന്മാർ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ഭീഷണിയും കയ്യൂക്കും അക്രമത്തിൻ്റെ പാതയും കൊലപാതക ഭീഷണിയും ഒക്കെ നടത്തിയാൽ അത് വിജയിക്കുന്ന ഒരു കാലമല്ല ഇത് എന്നവരെ ഞാൻ വളരെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സിറ്റി ന്യൂസ്, കണ്ണൂർ. ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായ ജൂൺ 23-ന് ഒളിമ്പിക് റൺ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പ്രസ് ക്ലബിൽ അറിയിച്ചു. രാവിലെ നടക്കുന്ന ഒളിമ്പിക് റൺ ജവഹർ സ്റ്റേഡിയത്തിൽ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ജൂലൈ 26 മുതൽ പാരീസിൽ ആരംഭിക്കുന്ന ഒളിമ്പിക്സിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ പ്രാവശ്യം കുറേ കൂടെ വിപുലമായ രീതിയിൽ ഒളിമ്പിക് ആഘോഷങ്ങൾ കേരളമൊട്ടുക്കും ആഘോഷിക്കണമെന്നുള്ളതിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ലയിലും വളരെ വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്രാവശ്യം ജില്ലാ സ്പോർട്സ് കൗൺസിലും ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും സംയുക്തമായാണ് പരിപാടികൾ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ധാരാളം പരിപാടികൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. 18-ാം തീയതി ഒരു വാരം ആയിട്ടാണ് ആഘോഷിക്കുന്നത്. 18-ാം തീയതി മുതൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ വിദ്യാർത്ഥികളെ, മാക്സിമം സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ലോക്കലായുള്ള പരിപാടികൾ ധാരാളം സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ ഡ്രഗ് അവയർനെസ് ഒരു പ്രത്യേക പരിപാടിയായിട്ടാണ് കൂടുതൽ, പ്രത്യേകിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ വ്യാപകമാകുന്ന ഈ മയക്കുമരുന്നിൻ്റെ ഇതിനെതിരായിട്ട് കുട്ടികളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ എന്നതുകൊണ്ട് തന്നെ ക്യാമ്പസുകളിൽ അത് വളരെയേറെ കൂടുതൽ പ്രചാരം അല്ലെങ്കിൽ അതിനെതിരായി പ്രവർത്തിക്കേണ്ടതെന്നുള്ളതുകൊണ്ട് ഒളിമ്പിക്സിൻ്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ ആ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അത് പല സ്കൂളുകളിലും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. MP-മാർ, MLA-മാർ, ജനപ്രതിനിധികൾ, കായിക താരങ്ങൾ, വിദ്യാർത്ഥികൾ, സർക്കാർ പൊതുമേഖല, വിവിധ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ടവർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. തുടർന്ന് ജില്ലയിലെ കായിക താരങ്ങളെ ആദരിക്കൽ ചടങ്ങും സമ്മർ കോച്ചിംഗ് ക്യാമ്പിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തും. ഒളിമ്പിക്സ് ദിനാചരണ പ്രചാരണത്തിന്റെ ഭാഗമായുള്ള സെൽഫി പോയിന്റിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ജവഹർ സ്റ്റേഡിയത്തിലെ ഒളിമ്പ്യൻ CK ലക്ഷ്മണന്റെ പ്രതിമയ്ക്ക് സമീപം വെച്ച് നടത്തിയിരുന്നു. ഡോക്ടർ വി ശിവദാസൻ MP-യാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. വാർത്താസമ്മേളനത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KK പവിത്രൻ മാസ്റ്റർ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ NK സൂരജ്, കൺവീനർ ഡോക്ടർ PK ജഗന്നാഥൻ തുടങ്ങിയവരും പങ്കെടുത്തു. ശ്വാസകോശ നാളത്തിൽ കടല കുടുങ്ങി ഗുരുതരാവസ്ഥയിലായ 1.5 വയസ്സുള്ള കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെടുത്തി കണ്ണൂർ ആസ്റ്റമിൻസ് ഹോസ്പിറ്റൽ.
അരീക്കാമല സ്വദേശിയായ 1.5 വയസ്സുള്ള കുഞ്ഞിനെയാണ് പീഡിയാട്രിക് ബ്രോങ്കോസ്കോപ്പിയിലൂടെ സുരക്ഷിതമായി ജീവൻ രക്ഷപ്പെടുത്തിയത്. കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു പോയതായി ആശുപത്രിയിലെ ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് അറിയിച്ചു. സംശയം വേണ്ട, റെസ്പിറേറ്ററി ഒബ്സ്ട്രക്ഷൻ ആണ്. അതായത് ആ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ എന്തോ സാധനം അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് വെന്റിലേറ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി വിഷ്ണു വന്നു. നമ്മൾ ആ ഒരു കണ്ടീഷനിൽ തന്നെ നമുക്ക് എന്താ വെച്ചാൽ ചെറിയ ട്രക്കിയാണ്. അതായത് നമ്മുടെയൊക്കെ അഡൾട്ടിൻ്റെയൊക്കെ ഒരു 25 മില്ലിമീറ്റർ അത്രയൊക്കെ ഉണ്ടാവും അതിൻ്റെ വ്യാസം. കുട്ടിക്ക് ഒരു 6 മില്ലിമീറ്ററൊക്കെ കാണും. അതിനകത്ത് നമ്മൾ 4 മില്ലിമീറ്റർ സൈസുള്ളൊരു ട്യൂബ് ഇട്ടിട്ട് അത് വഴിയാണ് വെന്റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം, ഈ 4 മില്ലിമീറ്ററിൻ്റെ ഉള്ളിൽ കൂടെ വിഷ്ണുവിൻ്റെ ചെറിയ സ്കോപ്പ് ഇട്ട് ആ സ്കോപ്പിൽ കൂടെ വേണം ഈ സാധനം എടുക്കാനായിട്ട്. അപ്പോൾ അത് പാസ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ക്രമാതീതമായി പിന്നെയും ഓക്സിജൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ആ ഒരു വിഷമഘട്ടം അത് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയില്ല. പക്ഷെ നമ്മളത് എടുത്തിട്ടില്ലെങ്കിൽ മരണം സുനിശ്ചിതമാണ്. അതെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടി. അപ്പോൾ അത് ഒരു സൈഡിൽ മാത്രമല്ല, നമ്മൾ പിന്നെ നോക്കുമ്പോൾ 2 സൈഡിലുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം 2 സൈഡിലും എയർ എൻട്രി ഇല്ലാത്തതും 2 ലങ്ങിനും വർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കണം കുട്ടി ഇത്രയും മോശം അവസ്ഥയിൽ എത്തിയത്. അപ്പോൾ അത് എങ്ങനെ എടുത്തു, എത്ര കഷ്ടപ്പെട്ടു എന്നുള്ളത് വിഷ്ണുവിന് നമുക്ക് അറിയാം. പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെൻട്രൽ എയർവേ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും. നമ്മുടെ മെയിൻ ശ്വാസനാളിയുടെ മുകളിൽ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ വോക്കൽ കോഡ്സിൻ്റെ തൊട്ട് താഴെ സബ്ഗ്ലോട്ടിക് സ്പേസിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞുപോയി. അപ്പോൾ അത് കാരണമാണ് നമുക്കിത് ഒട്ടും ഓക്സിജൻ ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റാഞ്ഞത്. ഇത് നമ്മളൊരു അനദർ ഒരു ഹാഫ് ആൻ അവർ അങ്ങനെ കുട്ടി പോയിരുന്നെങ്കിൽ കാർഡിയക് അറസ്റ്റ് സുനിശ്ചിതമാണ്. അങ്ങനത്തെ കുട്ടികൾ അറസ്റ്റായി കഴിഞ്ഞാൽ പിന്നെ അവരെ നമുക്ക് റിവൈവ് ചെയ്യാനും പറ്റില്ല, ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മളിത് റിമൂവ് ചെയ്തതെന്ന് വെച്ചാൽ മാഡം പറഞ്ഞ പോലെ അവരിട്ട ട്യൂബിനുള്ളിൽ കൂടെ നമ്മുടെ പീഡിയാട്രിക് ബ്രോങ്കോസ്കോപ്പ് ഉണ്ട്, ചെറിയ കുട്ടികൾക്ക് ചെയ്യുന്നത്. അത് ഇറക്കിയ ശേഷം അതിൻ്റെ വർക്കിംഗ് ചാനലിൽ കൂടെ നമ്മുടെ എക്യുപ്മെൻറ്റ്സ്, ക്രയോ എന്ന് പറഞ്ഞൊരു എക്യുപ്മെൻ്റ് ഉണ്ട്. ബേസിക്കലി ഈ അകത്തുള്ള വസ്തുവിനെ കുറച്ച് പൊടിക്കുക എന്നുള്ളതേ പിന്നൊരു മാർഗ്ഗമുള്ളൂ. കാരണം നമ്മൾ ഒന്നായിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഈ ഭാഗത്തുനിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല, അതേസമയം ഓക്സിജൻ കൊടുക്കാനും പറ്റുന്നില്ല. അപ്പം അതൊരു ഡേഞ്ചർ സിറ്റുവേഷനാണ്. അപ്പോൾ പിന്നെ ലങ്ങിനുള്ളിൽ വെച്ച് തന്നെ ഇതിനെ മൾട്ടിപ്പിൾ പീസസ് ആക്കിയതിന് ശേഷം ഓരോന്നായിട്ട് നമുക്കത് എടുത്ത് മാറ്റേണ്ടി വന്നു. യൂഷ്വലി നമ്മൾ ഒരുപാട് കേസസ് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാം നമുക്ക് യൂഷ്വലി മാഡം പറഞ്ഞല്ലോ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമുക്കതെടുത്ത് മാറ്റാൻ പറ്റും. ഇതിപ്പോൾ ഒരു വസ്തു ഒരു ലങ്സിൽ കിടക്കുകയാണെങ്കിൽ അധികം പേടിക്കേണ്ട ആവശ്യമില്ല. വസ്തുവിൻ്റെ വിസ്തീർണം കൂടുന്നതനുസരിച്ച് പേടിക്കേണ്ടി വരും. കാരണം ഈ ഒരു ഭാഗം തടഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഡെത്ത് സംഭവിക്കാനുള്ള ഹൈ ചാൻസ് ഉണ്ട്. ശ്വാസനാളത്തിൽ കുടുങ്ങിയ കടല നീക്കം ചെയ്ത കുട്ടിയെ 2 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം പൂർണ്ണ ആരോഗ്യവാനായി ഡിസ്ചാർജ് ചെയ്തതായി ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളിലുള്ള 7ഓളം ഡോക്ടർമാരടങ്ങിയ സംഘമായിരുന്നു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനുള്ള പ്രയത്നത്തിന് നേതൃത്വം നൽകിയത്. സ്കൂളിലെ PTA അംഗസംഖ്യ വർദ്ധിപ്പിക്കണമെന്ന് ഖാലിദ് പിലാവുള്ളതിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് LP സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ PTA എക്സിക്യൂട്ടീവിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കണമെന്നത് വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തകനായ ഖാലിദ് പിലാവുള്ളതിൽ പെരിങ്ങത്തൂർ പറയുന്നത്. രക്ഷിതാക്കളും കുട്ടികളും നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ ഇത്തരം ഒരു നീക്കം കൊണ്ട് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളിൽ PTA അംഗസംഖ്യ കൂട്ടിയാൽ വിദ്യാഭ്യാസ മേഖലയിൽ രക്ഷിതാക്കളും കുട്ടികളും നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് എളുപ്പത്തിൽ പരിഹാരം കാണാൻ സാധിക്കുമെന്നും ഇതിനായി വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും മുൻകൈയെടുക്കണമെന്നും ഖാലിദ് പിലാവുള്ളതിൽ പറഞ്ഞു. നിലവിൽ PTA അംഗസംഖ്യ വളരെ വിരളമാണ്. അതൊരു സ്കൂളിൽ വിദ്യാർത്ഥികൾ 50 ആയാലും 100 ആയാലും 500 ആയാലും 1000 10,000 ആയാലും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിൽ 21 എക്സിക്യൂട്ടീവ് അംഗസംഖ്യ, അതുപോലെ LP UP സ്കൂളുകളിൽ 10, 11, 15 ആണ്. ഇത് വളരെ അപരിമിതമാണ്. കാരണം PTA എന്നത് ഒരു നിർണായക ശക്തി ആയതുകൊണ്ട് തന്നെ അതിന്റെ ഘടനയിൽ മാറ്റം വരുത്താൻ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ തന്നെ അതിനൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഈ സാഹചര്യം അനുസരിച്ച് നമ്മുടെ കലാലയങ്ങളിൽ ഇന്ന് രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ അയക്കുന്നത് വളരെയധികം ആശങ്കപ്പെട്ടോടെയാണ്. ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് LP സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ PTA എക്സിക്യൂട്ടീവിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കണമെന്നതാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യം.
വായനാ മാസാചരണത്തിന്റെ ഭാഗമായി വാരം UP സ്കൂളിൽ സീഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മുത്തശ്ശി കഥ പരിപാടി സംഘടിപ്പിച്ചു. മുൻ സ്കൂൾ HM KP ലളിത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പഴയകാല രീതികളും ഓർമ്മകളും കഥകളും മുത്തശ്ശിമാർ പങ്കുവച്ചത് കുട്ടികളിൽ കൗതുകമുണർത്തി. സ്കൂൾ HM AO ശ്രീ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. CHM സ്കൂൾ മുൻ അധ്യാപിക ലത ടീച്ചർ, സീഡ് ക്ലബ്ബ് കൺവീനർ അഞ്ജു ഇ തുടങ്ങിയവർ സംസാരിച്ചു. SRG കൺവീനർ M പ്രീന, K ലിസി, ദീപിക P, ചന്ദ്രമിഥുന, വിഷ്ണുശങ്കർ, മുഹമ്മദ് ഹിറാഷ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇനി വാർത്തയിൽ ഒരിടവേള. ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരിയാരം മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല. ഹൃദയ ശസ്ത്രക്രിയകൾ പൂർണ്ണമായും മുടങ്ങി. 3 കാത്ത് ലാബുകളും കണ്ണടച്ചു. അടിയന്തര ശസ്ത്രക്രിയാ രോഗികൾ സ്വകാര്യ ആശുപത്രികളിലേക്ക്. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. വിവിധ സംഘടനകളുടെയും സ്കൂളുകളുടെയും നേതൃത്വത്തിൽ യോഗ ദിനാചരണം. യോഗയുടെ പ്രസക്തി പുതുതലമുറയിലേക്ക് പകരണമെന്നും പരിശീലകർ. BJP പ്രവർത്തകരെ CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി. ഭീഷണി ഹിന്ദു സാമ്രാജ്യ ദിനത്തിന്റെ ഭാഗമായി പരിപാടി കഴിഞ്ഞ് മടങ്ങിയവരെ. പിന്നിൽ തെരഞ്ഞെടുപ്പ് BJPക്ക് വോട്ട് വർദ്ധിച്ച സാഹചര്യത്തിലെന്ന് CK പത്മനാഭൻ. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിലേക്ക്. വായനാ ദിനത്തോടനുബന്ധിച്ച് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ കണ്ണൂരിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു.
സ്കൂൾ സൂപ്രണ്ട് എം ദിലീപ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മാറ്റങ്ങൾ 20 വർഷം ജീവിച്ചതിനേക്കാൾ കൂടുതൽ അറിവ് അല്ലെങ്കിൽ പാഠങ്ങൾ യാത്രയിലൂടെ ഒരു മനുഷ്യന് കിട്ടും എന്ന ആ ഒരു പാഠഭാഗത്തോട് നമ്മളോട് പറയാൻ ശ്രമിക്കുകയാണ്. സന്തോഷ് ജോർജ് ഗോങ്ങര കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ രജീഷ് അണിയാരം മോഡറേറ്ററായി. യുവ എഴുത്തുകാരായ അജിത PV, ടി സാദ് എന്നിവർ വിഷയാവതരണം നടത്തി. സ്റ്റാഫ് അംഗങ്ങളായ മനോജ് കുമാർ TP, സുരേഷൻ വട്ടോളി, ലിജേഷ് കാരപ്രത്ത്, രാഹുൽ കോടിയേരി, CPO സജിത K തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മാലിന്യ നിക്ഷേപം. പാപ്പിനിശ്ശേരിയിലെ വിവിധ സ്ഥാപനങ്ങൾക്ക് പിഴ. ചിക്കൻ റെൻഡറിംഗ് പ്ലാൻ ക്ലീൻ കണ്ണൂർ അവഞ്ചേഴ്സിന് 10,000 രൂപ, ടെൻഡർ കഫേക്ക് 10,000 രൂപയും സ്റ്റാർ ബേക്കേഴ്സിനും KC ജ്യൂസ് സെന്ററിനും 5,000 രൂപ വീതവുമാണ് പിഴ ചുമത്തിയിട്ടുള്ളത്. ഇത്തവണ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ മിന്നൽ പരിശോധനയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ മേധാവിയും പങ്കുചേർന്നു. ശുചിത്വ മാലിന്യ രംഗത്തെ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ പരിശോധനയിലാണ് വിവിധ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തിയത്. മാലിന്യം കണ്ടൽക്കാട്ടിൽ വലിച്ചെറിഞ്ഞതിന് പാപ്പിനിശ്ശേരിയിലെ ചിക്കൻ റെൻഡറിംഗ് പ്ലാൻ ക്ലീൻ കണ്ണൂർ അവഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിന് 10,000 രൂപയും, പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ട് കത്തിച്ചതിനും മലിനജലം പൊതു ഓടയിലേക്ക് ഒഴുക്കിയതിനും പാപ്പിനിശ്ശേരിയിലെ ടെൻഡർ കഫേ എന്ന സ്ഥാപനത്തിന് 10,000 രൂപയും, മാലിന്യം പാപ്പിനിശ്ശേരി റെയിൽവേ സ്റ്റേഷന് സമീപം തള്ളിയതിന് സ്റ്റാർ ബേക്കറീസിന് 5,000 രൂപയും, മാലിന്യം വേർതിരിക്കാതെ കൂട്ടിയിട്ട് പാപ്പിനിശ്ശേരിയിലെ തന്നെ നാരിയൽ കാ പാനി KC ജ്യൂസ് സെന്ററിന് 5,000 രൂപയും പിഴ ചുമത്തിയിട്ടുണ്ട്. പാപ്പിനിശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തള്ളിയ മാലിന്യത്തിൽ നിന്നും സ്റ്റാർ ബേക്കറി ഉടമസ്ഥന്റെ ബാങ്ക് രേഖകൾ സ്ക്വാഡ് കണ്ടെത്തുകയായിരുന്നു. പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് MCF കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ക്വാഡ് നിയമലംഘനം കണ്ടെത്തി പിഴ ഈടാക്കിയ വിശ്വസമുദ്ര, കണ്ണൂർ എക്സ്പ്രസ് ഹൈവേ, ലേബർ ക്യാമ്പ് എന്നീ സ്ഥാപനങ്ങളിലും ജോയിന്റ് ഡയറക്ടർ സന്ദർശിക്കുകയും തുടർ നടപടികളുടെ അവലോകനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പരിശോധനയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കണ്ണൂർ ജില്ലാ ജോയിന്റ് ഡയറക്ടർ സെറീന A റഹ്മാൻ, ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷറഫ് PP, സ്ക്വാഡ് അംഗം നിതിൻ വത്സരൻ, ദിപിൻ CK, പാപ്പിനിശ്ശേരി പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സുമിൽ KV എന്നിവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണറായി ഡോക്ടർ സന്തോഷ് ശ്രീധർ ഞായറാഴ്ച ചുമതലയേൽക്കും. പയ്യന്നൂർ KK റെസിഡൻസിയിൽ നടക്കുന്ന ചടങ്ങിൽ റോട്ടറി ക്ലബിന്റെ അന്താരാഷ്ട്ര പ്രസിഡന്റായിരുന്ന ശേഖർ മെഹ്ത മുഖ്യാതിഥിയായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസ്ട്രിക്ട് 3204 ഡയറക്ടറി, ഡിസ്ട്രിക്ട് ന്യൂസ് ലെറ്റർ എന്നിവ ചടങ്ങിൽ വെച്ച് അദ്ദേഹം പ്രകാശനം ചെയ്തു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ്, മാഹി, ലക്ഷദ്വീപ് എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെട്ട ഡിസ്ട്രിക്റ്റിൽ 3204 80 ക്ലബ്ബുകളായി 3000-ഓളം അംഗങ്ങളുണ്ടെന്ന് ഡിസ്ട്രിക്ട് അഡ്വൈസർ PDG വിജി നായർ പറഞ്ഞു. 2024-25 വർഷം ഡിസ്ട്രിക്ട് 3204 നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സേവന പദ്ധതികൾ: 1. ചിറ്റിലപ്പള്ളി റോട്ടറി സ്വപ്ന ഭവന പദ്ധതി. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ സഹകരണത്തോടെ ഭവനരഹിതരായ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഉപാധികളോടെ 250 വീടുകൾ നിർമ്മിച്ചു നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ റൂട്ട് സെറ്റ്, RSET എന്നിവയുടെ സഹകരണത്തോടെ 1000-ഓളം യുവജനങ്ങൾക്ക് അതുപോലെ സ്ത്രീകൾക്കും തൊഴിൽ പരിശീലനവും സ്വയം തൊഴിൽ കണ്ടെത്തുവാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ആസ്റ്റർ റോട്ടറി ഹെൽത്ത് വാൻ. ആസ്റ്റർ റോട്ടറി ഹെൽത്ത് വാനിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് ഡിസ്ട്രിക്ട് 3204 എല്ലാ ക്ലബ്ബുകളും സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ റോട്ടറി അടുത്ത വർഷത്തെ ഡിസ്ട്രിക്ട് പ്രയോറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 7 സേവന പദ്ധതികൾ കൂടി: 1. ദന്ത സംരക്ഷണം, 2. നേത്ര സംരക്ഷണം, 3. വൃക്ക സംരക്ഷണം, 4. അവയവദാനം, 5. സ്ത്രീ ശുചിത്വം, 6. മിയാവാക്കി ഫോറസ്റ്റ്, 7. ബേസിക് ലൈഫ് സപ്പോർട്ട് എന്നിവയിലും നിരവധി പ്രൊജക്റ്റുകൾ അടുത്ത വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. 2004-2005 വർഷത്തിൽ ജനക്ഷേമകരമായ നിരവധി സേവന പദ്ധതികൾക്ക് ലക്ഷ്യമിട്ടതായും അവർ അറിയിച്ചു. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ റോട്ടറി സ്വപ്ന പദ്ധതിയിലൂടെ ഭവനരഹിതരായ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഉപാധികളില്ലാതെ 250 വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് പുറമെ റൂട്ട് സെറ്റിയുടെ സഹകരണത്തോടെ 1000-ഓളം യുവജനങ്ങൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതോടൊപ്പം സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിക്കൽ, മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി ആവശ്യമായ രോഗികൾക്ക് മരുന്ന് വിതരണം, ദന്ത സംരക്ഷണം, കോളേജ് സ്കൂൾ കുട്ടികൾക്കായി നേത്ര പരിശോധനാ ക്യാമ്പുകൾ, മുതിർന്നവർക്ക് തിമിര പരിശോധന
പരിശോധനാ ക്യാമ്പും തുടർ ചികിത്സാ സൗകര്യങ്ങളും അവയവദാന ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയ പദ്ധതികളാണ് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെന്നും വിജീത് നായർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ സന്തോഷ് ശ്രീധർ, CR നമ്പ്യാർ, ഉപേന്ദ്ര ഷേണായി, M വിനോദ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ഈ വരുന്ന ഞായറാഴ്ച 23-ാം തീയതി രാവിലെ 9:30 മണിക്കാണ് പയ്യന്നൂർ KK റെസിഡൻസിയിൽ വെച്ചിട്ട് റോട്ടറി ഡിസ്ട്രിക്ട് 3204 ഗവർണറായി പയ്യന്നൂർ റോട്ടറി ക്ലബ്ബിലെ ഡോക്ടർ സന്തോഷ് ശ്രീധർ സ്ഥാനമേറ്റെടുക്കുന്നത്. ഈ ചടങ്ങിൽ റോട്ടറി ഇൻ്റർനാഷണലിലെ മുൻ പ്രസിഡന്റ് കൽക്കത്തയിൽ നിന്നുള്ള റൊട്ടേറിയൻ ശേഖർ മേത്ത മുഖ്യാതിഥിയായി പങ്കെടുക്കുകയാണ്. സിറ്റി ന്യൂസ്, കണ്ണൂർ. വൈസ്മെൻ ഇന്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജിയന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും അടുത്ത വർഷത്തെ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹോട്ടൽ ബിനാലെ ഇന്റർനാഷണൽ നടക്കുന്ന പരിപാടിയിൽ 8 കോടി രൂപയുടെ സേവന പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമിടുന്നതെന്ന് ട്രഷറർ TM ജോസ് പറഞ്ഞു. നടപ്പിലാക്കുക, ട്രാഫിക് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക, വനിതാ ശാക്തീകരണത്തിന് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുമുള്ള പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകുക, നല്ല രീതിയിൽ മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള, ദരിദ്രരായിട്ടുള്ള കുട്ടികൾക്കുള്ള പഠന സഹായം നൽകുക തുടങ്ങിയ ഒട്ടനവധി ക്ഷേമപ്രവർത്തനങ്ങൾ കൊണ്ട് ഈ ഒരു വർഷക്കാലം വെസ്റ്റ് ഇന്ത്യ റീജിയനിലെ മുഴുവൻ ക്ലബിൻ്റെ പരിധികളിലും ഉള്ള സാധാരണ ജനങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ടിയിട്ടുള്ള സഹായ ഹസ്തങ്ങൾ നൽകുക എന്നുള്ളതാണ് ഈ വർഷം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടി നാളെ ഉദ്ഘാടനം ചെയ്യുന്നത് ഇൻ്റർനാഷണൽ പ്രസിഡന്റ് ശ്രീ ചാമിങ് ഷൻ അവറുകളാണ്. തൃശൂർ കൊരട്ടി മുതൽ മംഗലാപുരം വരെ 80ഓളം ക്ലബ്ബുകളിലായി പ്രവർത്തനങ്ങൾ നടത്തുന്ന വൈസ്മെൻ ഇന്റർനാഷണൽ ഓരോ ക്ലബ്ബും 100 ഡയാലിസിസ് കിറ്റ്, വൃക്കരോഗ നിർണയ ക്യാമ്പ്, നിർധനരായ 7 പേർക്ക് വീട് വെച്ച് നൽകൽ, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ, സ്ത്രീ ശാക്തീകരണത്തിനും സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള വിവിധ പദ്ധതികളും, മിടുക്കരായ നിർധന വിദ്യാർത്ഥികൾക്ക് പഠന സഹായം എന്നിവ ഉൾപ്പെടുന്ന 8 കോടി രൂപയുടെ സേവന പ്രവർത്തനങ്ങളാണ് ഈ വർഷം നടത്തുന്നതെന്ന് ജോസ് അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ KM ഷാജി, PS ഫ്രാൻസിസ്, മധു പണിക്കർ, രാംദാസ് എന്നിവരും പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 75 രൂപ കൂടി. 1 ഗ്രാം സ്വർണം 6715 രൂപ, പവന് 53720 രൂപ, വെള്ളി 97 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരിയാരം മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല. ഹൃദയ ശസ്ത്രക്രിയകൾ പൂർണ്ണമായും മുടങ്ങി. 3 കാത്ത് ലാബുകളും കണ്ണടച്ചു. അടിയന്തര ശസ്ത്രക്രിയാ രോഗികൾ സ്വകാര്യ ആശുപത്രികളിലേക്ക്. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. വിവിധ സംഘടനകളുടെയും സ്കൂളുകളുടെയും നേതൃത്വത്തിൽ യോഗ ദിനാചരണം. യോഗയുടെ പ്രസക്തി പുതുതലമുറയിലേക്ക് പകരണമെന്നും പരിശീലകർ. BJP പ്രവർത്തകരെ CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി. ഭീഷണി ഹിന്ദു സാമ്രാജ്യ ദിനത്തിന്റെ ഭാഗമായി പരിപാടി കഴിഞ്ഞ് മടങ്ങിയവരെ. പിന്നിൽ തെരഞ്ഞെടുപ്പ് BJPക്ക് വോട്ട് വർദ്ധിച്ച സാഹചര്യത്തിലെന്ന് CK പത്മനാഭൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.